ഹലോ ഗൈസ്, ഇന്ന് വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത് ഒരു മൈക്കാണ്. നമ്മുടെ യൂട്യൂബേഴ്സ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു മൈക്കാണ് ബോയുടെ M1 മൈക്ക്. ആ ഒരു മൈക്കാണ് നമ്മൾ അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു ചെറിയ റിവ്യൂടെ നമ്മൾ ഇന്ന് ചെയ്യാൻ ഉദ്ദേശിക്കുന്നുണ്ട്. അപ്പം ഈ ഒരു മൈക്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ ഒരു മൈക്ക് നിങ്ങൾക്ക് മൊബൈൽ ഫോൺസിലും അല്ലെങ്കിൽ നിങ്ങൾക്ക് ക്യാമറാസിലും എവിടെ വേണമെങ്കിലും യൂസ് ചെയ്യാം. അതേപോലെ തന്നെ ഈ ഒരു മൈക്കിന് ഏകദേശം 5 മീറ്ററോളം തന്നെ നീളമുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് കുറച്ച് ദൂരെ നിന്ന് ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഈ ഒരു മൈക്ക് യൂസ് ചെയ്യാം. അതേപോലെ വളരെ നല്ലൊരു വോയിസ് ക്യാൻസലേഷൻ ഉള്ള ഒരു മൈക്കാണിത്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്തിട്ട് വരാം. നമുക്ക് ഇങ്ങനെ ഒരു ബോക്സിലാണ് ഈ ഒരു മൈക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ ബോക്സ് എൻ്റെ കയ്യിൽ എത്തിയപ്പോൾ തന്നെ ഇങ്ങനെ ഒരു പരുവായിരുന്നു. കാരണം എന്ന് വെച്ചാൽ ഞാനിത് ഈ ഓഗസ്റ്റ് 8-ാം തീയതി ബുക്ക് ചെയ്ത മൈക്കാണ്. എൻ്റെ കയ്യിലെത്തിയത് ഓഗസ്റ്റ് 16-ാം തീയതിയാണ്. അതായത് ഏകദേശം 8 ദിവസം എടുത്ത് ഈ ഒരു മൈക്ക് എൻ്റെ കയ്യിൽ വരാൻ വേണ്ടി. കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഫ്ലഡ് സമയത്ത് എനിക്ക് തോന്നുന്നു എവിടെയോ പെട്ട് കിടന്നതാണ്. അപ്പം മൈക്കിൻ്റെ കവറൊക്കെ അവസ്ഥയായിപ്പോയിരുന്നു. ഇത് ഇങ്ങനെ തന്നെയാണ് എൻ്റെ കയ്യിൽ എത്തിയതും. പക്ഷേ മൈക്കിന് വലിയ പ്രശ്നമൊന്നുമില്ലെന്ന് തോന്നുന്നു. ഞാൻ ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല. ഞാൻ ആദ്യമായിട്ട് യൂസ് ചെയ്ത് നിങ്ങളെ തന്നെയാണ് കാണിക്കുന്നത്. അപ്പോൾ ഇത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് സാധാരണ പോലത്തെ ഒരു യൂസർ മാനുവലിനകത്ത് കാണാൻ പറ്റും. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഒരു പാക്ക് ചെയ്ത മൈക്കായിരിക്കും കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെയായിരിക്കും നിങ്ങൾക്ക് മൈക്ക് ലഭിക്കുന്നത്. നല്ല അടിപൊളി ഒരു ക്വാളിറ്റി കവറിലാണ് നമുക്ക് ഈ ഒരു മൈക്ക് കിട്ടുന്നത്. അപ്പോൾ നമുക്കിതൊന്ന് ഓപ്പൺ ചെയ്തിട്ട് നോക്കാം. അത് നമുക്കിത് നല്ല ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ പിടിച്ച് വലിച്ചു കഴിഞ്ഞാൽ ഇത് ടൈറ്റായിട്ടിരിക്കും. ഇതിങ്ങനെ തുറന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മൈക്ക് ഉള്ളിൽ കാണാൻ സാധിക്കും. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ഇവിടുത്തെ മൈക്ക് കാണാൻ പറ്റും. ഏകദേശം ഈ ഒരു മൈക്കിന് എനിക്കൊന്ന് 4-5 മീറ്ററോളം ഈ ഒരു മൈക്കിന് നീളമുണ്ട്. അത് നിങ്ങൾക്ക് ഇവിടെ കാണുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും. അപ്പം ഇതാണ് നമുക്ക് കണക്ട് ചെയ്യാൻ. നമുക്ക് മൊബൈൽ ഫോണിൽ ഈ ഒരു മൈക്കിൻ്റെ പ്രത്യേകത മൊബൈൽ ഫോണിലും അതുപോലെ തന്നെ ക്യാമറയിലും എല്ലാം നമുക്ക് കണക്ട് ചെയ്യാൻ പറ്റും. ഇതാണ് നമ്മുടെ 3.5mm ജാക്ക്. അതുപോലെ നമ്മുടെ മൈക്ക് എന്ന് പറയുന്നത് ഇവിടെ ഉണ്ട് നമ്മുടെ മൈക്ക്. ഓക്കെ, അതേപോലെ നമുക്ക് ഇവിടെയാണ് നമ്മുടെ ബാറ്ററി ഇടുന്നത്. അതിവിടെ ഒരു ക്ലിപ്പ് നമുക്ക് കൊടുത്തിട്ടുണ്ട്. നമുക്ക് എവിടെയെങ്കിലും ഇങ്ങനെ എടുത്തിങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടി. അപ്പോൾ ഇനി ആ ബോക്സിനകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കാം. ഇനി ആ ബോക്സിലേക്ക് നോക്കുന്ന സമയത്ത് നമുക്കൊരു ചെറിയ കവർ കാണാൻ സാധിക്കും. ഇതിൽ നമ്മുടെ ബാറ്ററിയും കാര്യങ്ങളൊക്കെയാണ് ഉള്ളത്. അത് നമുക്ക് നോക്കാം. അതിനുള്ളിൽ ഇതിൽ വല്ലതും ഉണ്ടോ നോക്കട്ടെ. ഒരു സിലിക്ക ജെല്ലുണ്ട്, അത് താഴെ പോയിട്ടുണ്ട്. അപ്പോൾ ആ സിലിക്ക ജെല്ലൂടെ കഴിഞ്ഞാൽ ഈ ഒരു ബോക്സ് കാലിയായി. നല്ലൊരു ബോക്സാണ് കേട്ടോ, നല്ലൊരു കവറാണ്. ഏകദേശം നമുക്ക് ഈ ഒരു ചെറിയ ഇതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതിലേക്ക് വരുന്ന സമയത്ത് ചെറിയൊരു കവറിലാണ് ഇതെല്ലാം കൂടെ നമുക്ക് ഇട്ട് തന്നിട്ടുള്ളത്. അതിലാദ്യം നമുക്ക് ഇതൊരു കണക്ടറാണ്. നമുക്കിവിടെ ലഭിക്കുന്നത്. ഓക്കെ, കാണാൻ പറ്റുമെന്ന് തോന്നുന്നു. ഒരു കണക്ടർ തന്നിട്ടുണ്ട് ആദ്യം തന്നെ. അതേപോലെ തന്നെ അടുത്തതായിട്ട് നമുക്ക് ഇതൊരു സെപ്പറേറ്റ് കവറാണ് കേട്ടോ. അതിനകത്ത് നമുക്ക് ഒരു മൈക്കിന് മുകളിൽ വെക്കുന്ന ഒരു കണ്ടൻസർ പോലത്തെ സാധനം കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇതിനകത്തൊരു ബാറ്ററി തന്നിട്ടുണ്ട്. നമ്മുടെ വാച്ചിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്ന അതേ ബാറ്ററിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ക്ലിപ്പ് കൊടുത്തിട്ടുണ്ട്. അതായത് മൈക്കിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ട് നമ്മുടെ ഷർട്ടിലൊക്കെ ക്ലിപ്പ് ചെയ്യുന്ന രീതിയിലുള്ളൊരു ക്ലിപ്പ്. നമുക്ക് ആദ്യം ഈ ക്ലിപ്പ് നമ്മുടെ മൈക്കിലേക്ക് ഒന്ന് കണക്ട് ചെയ്യാം. ഇതാണ് നമ്മുടെ മൈക്കിൻ്റെ എൻഡ് എടുക്കുക. ജസ്റ്റ് ഇവിടെ ചെറിയ സ്പേസ് ഉണ്ട്, അവിടേക്ക് ഇങ്ങനെ ആക്കി കഴിഞ്ഞാൽ നമ്മുടെ ക്ലിപ്പ് മൈക്ക് കണക്റ്റായി. അതിനുശേഷം നമുക്ക് ഇതിൻ്റെ കണ്ടൻസർ എടുത്ത് കണക്ട് ചെയ്യാം. ഓക്കെ, ഈ കണ്ടൻസർ വെച്ച് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നോയിസ് കോൺസലേഷന് വേണ്ടി ആയിരിക്കണം ഇത് വെച്ചിരിക്കുന്നത്. അല്ലാത്തതിന് നോയിസ് കോൺസലേഷൻ നമുക്ക് ഈ ഒരു മൈക്കിൽ കിട്ടും. ഓക്കെ, വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് റെഡിയായി. ഇനി നമുക്കിത് ജസ്റ്റ് ഒന്ന് ക്ലിപ്പ് ചെയ്താൽ മതി. നമുക്കിതിലേക്ക് ബാറ്ററിയാണ് വേണ്ടത്. ഞാനിത് ബാറ്ററി ഒന്നും ഇട്ട് നോക്കിയിട്ടില്ല ഇതുവരെ. നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഇടുന്നതെന്ന്. ഇനി നിങ്ങൾക്ക് ഇവിടെ ഒരു ഓൺ ഓഫ് ബട്ടൺ നിങ്ങൾക്ക് കാണാൻ സാധിക്കും കേട്ടോ. അപ്പം ക്യാമറയിലുണ്ട് സ്മാർട്ട് ഫോൺ ഓഫ് ഓൺ, അങ്ങനെ 2-3 ബട്ടൺ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. ഇത് ക്യാമറയിൽ, അതേപോലെ തന്നെ ഇത് സ്മാർട്ട് ഫോണിലും കണക്ട് ചെയ്യുന്നതാണ്. ഇനി നമുക്കിതിൽ ബാറ്ററി ഇടാൻ വേണ്ടി ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് തുറന്നു വരും. ഓക്കെ, അതിലിവിടെയാണ് നമുക്ക് ബാറ്ററി ഇടുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ബാറ്ററി നമുക്ക് എടുക്കാം. ഇത് നമ്മൾക്ക് നല്ല കട്ടിയിട്ടുള്ള പേപ്പറിലാട്ടോ നടക്കണം. നമുക്ക് പൊട്ടിച്ചിടാം. ഓക്കെ, അതിനുശേഷം നമുക്ക് ബാറ്ററി ഒന്ന് ഇടാം. എങ്ങനെയാണ് ഈ ബാറ്ററി ഇടുന്നത് എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല കേട്ടോ.
ഇതിൻ്റെ പോസിറ്റീവ് മുകളിൽ നെഗറ്റീവ് താഴെയാണ് വരേണ്ടത്. ഇതിൽ പോസിറ്റീവ് നെഗറ്റീവ് ഏതാ? പോസിറ്റീവ് അടി വെച്ചോ കേട്ടോ. അപ്പോൾ ഇത് ഇങ്ങനെയാണ് ഇടേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ബാറ്ററി ഇട്ടു, അതിന് ശേഷം ഇത് ടൈറ്റ് ചെയ്തു. അപ്പോൾ നമ്മുടെ മൈക്ക് റെഡിയായി. ഇനി നമുക്ക് ഇത് മൈക്കിൻ്റെ ക്വാളിറ്റി നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നിങ്ങൾ ഇതിൻ്റെ അൺബോക്സിങ് കണ്ടല്ലോ. ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ക്വാളിറ്റികൾ നോക്കാം. ഞാനിപ്പോൾ ഇൻഡോറിലാണ് ഷൂട്ട് ചെയ്യുന്നത്. ഞാനിപ്പം ഷൂട്ട് ചെയ്യുന്നത് ഒരു മൈക്ക് എന്ന് പറയുന്നത് ഞാൻ 200 രൂപ അല്ലെങ്കിൽ 300 രൂപയ്ക്ക് അകത്ത് ഞാൻ ആമസോണിൽ നിന്ന് പർച്ചേസ് ചെയ്തൊരു മൈക്കാണ്. ആ ഒരു മൈക്കിന്റെ സൗണ്ടാണ് നിങ്ങളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ചേഞ്ച് ചെയ്തിട്ട് നമ്മുടെ ബോയുടെ മൈക്ക് ഒന്ന് കണക്ട് ചെയ്തിട്ട് ഇനി നോക്കാം. ഞാനും ആദ്യമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. എനിക്കിതിന്റെ വോയിസ് ക്വാളിറ്റിയെ പറ്റി അറിയത്തില്ല. ഈ ഒരു വീഡിയോ കാണുന്ന സമയത്തായിരിക്കും എനിക്കത് മനസ്സിലാവുന്നത്. അപ്പോൾ നമുക്ക് നേരെ അതും കണക്ട് ചെയ്യാം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന വോയിസ് എന്ന് പറയുന്നത് ബോയുടെ M1 മൈക്കിൽ നിന്നുമാണ്. എത്രമാത്രം വോയിസ് ക്വാളിറ്റി ഉണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഞാനും ഈ ഒരു മൈക്ക് ടെസ്റ്റ് ഒന്നും ചെയ്ത് നോക്കിയിട്ടില്ല, ആദ്യമായിട്ടാണ് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വോയിസ് കേൾക്കുമ്പോൾ തന്നെ നല്ല ഡിഫറൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് നിന്ന് മനസ്സിലാക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്ത ബെൽ ഐക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത്